ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ കുറേ വീഡിയോ എല്ലാം ഇട്ടിട്ട് വീഡിയോ ഇടാനുള്ള ഒരു മൈൻഡോ ഒന്നുമില്ല, പിന്നെ സമയവും ഇല്ല. ഇപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോകുന്നവർക്കും എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. പഠിച്ചോന് എല്ലാവർക്കും ആയുസ്സും ആഫിയത്തും തരട്ടെ, എല്ലാ ആപത്തും തന്നെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇപ്പം എന്തൊക്കെയുണ്ട്? ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇടാന്ന്. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ ഞാനിപ്പോ കുക്കിങ്ങും കാര്യമായിട്ടൊന്നല്ല വന്നിരുന്നത്. പിന്നെ ഇപ്പൊ രാവിലെ ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് പാത്രങ്ങളുണ്ട്, രാവിലത്തെ രാത്രിക്കത്തെ പാത്രം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ 2 പേരാണ് താമസം. അപ്പൊ എല്ലാവരും രാവിലെ പോകുന്നവരാണ്. ഞാനും ഓടെല്ലാം പോകും. ഞാനാണ് നേരത്തെ വരുന്നത് റൂമില്. ഓള് കുറച്ച് നേരം വെയിറ്റാ വരിക. അപ്പൊ ഇന്നലെ കപ്പയും ബീഫും വെച്ചതാണ് ആ പാത്രത്തിൽ വെച്ച്. അപ്പൊ ഞാൻ എന്താണ് അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താത്താന്റെ എന്തായി അസുഖത്തെ പറ്റി. മെസ്സേജ് ആയിട്ടും എല്ലാതായിട്ടും നമ്മളിവിടെ അറിയുന്നതിലെല്ലാം വിളിച്ച് ചോദിച്ചിന്. ഹായ്, എന്തായി ഇത്താത്താന്റെ കാര്യമൊന്നുമല്ല. ഇത്താത്ത കീമെല്ലാം ചെയ്തു, പിന്നെ കീമെല്ലാം ചെയ്തിട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ പക്ഷെ ഇപ്പൊ അവള് ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നെ അപ്പൊ ഇപ്പൊ ഓക്ക് അവിടെ ഒരു തടിപ്പ് പോലെ അങ്ങനെ കുത്തി വിട്ടപ്പോ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഒരു തടിപ്പുണ്ട്, അത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കണ്ട, വീണ്ടും ഓപ്പറേഷൻ ആണ്. അപ്പോ എല്ലാരും ഇതുവാ ചെയ്യാ. താത്താക്കും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജിൽ കൂടെ ആയിട്ടായാലും എന്റെ നമ്പർ അറിയുന്നവരാണെങ്കിലും എല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ ഷായി ഇത്താത്താന്റെ കാര്യം എന്തായി, താത്ത സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതെല്ലാം നമുക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് സമാധാനമാണ്. ഞാൻ പക്ഷെ ആശുപത്രി കേസും കാര്യങ്ങളോ ഓളെ ആശുപത്രിയിലോ ഒന്നും പിന്നെ അഡ്മിറ്റ് ആക്കിയത് ഓപ്പറേഷത്തിനൊന്നും നമുക്ക് എടുക്കാനുള്ള ഒരു മൈൻഡല്ല. ഞാനിങ്ങനെ വിചാരിക്കും, ഈ ആശുപത്രിയിലെല്ലാം സീരിയസ് ആയിട്ട് കിടക്കുന്നവരെല്ലാം എങ്ങനെയാണ് വീഡിയോ എടുത്തിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് നമ്മള് അപ്പം മനസ്സ് ഒരുക്കി നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള മനസ്സ് ഒന്നുമല്ല. പക്ഷെ നിങ്ങളെ മുന്നിൽ നമുക്ക് ഓരോന്ന് അറിയിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള മനസ്സൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അതാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കൊന്ന് ID ചേഞ്ച് ആക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ 4-ാം തീയതി എനിക്ക് ചേഞ്ച് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഓക്ക് ഈ മാസം 16-ാം തീയതി ഡേറ്റ് ആണ്. അപ്പൊ വീണ്ടും ഓപ്പറേഷൻ ആണ്. എത്ര വേദന സഹിക്കുന്നറിയോ? നമുക്ക് എന്താ പറയാ, നമ്മക്ക് ഇങ്ങനെ എനിക്ക് ഓളെ കൂടെ ഉണ്ടാവുമ്പോ എനിക്കൊരു സമാധാനമാണ്. നമ്മളെ മുന്നിൽ തന്നെ എല്ലാം കാണുന്നതും പിടിക്കുന്നതും എന്തായാലും തരണം ചെയ്ത് കൂടെ നിന്ന് ചെയ്യാലോ. ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് ഞാന്. ID ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഒന്നും നോക്കൂലായിരുന്നു, ഞാൻ കേറി പോവേനു. കടാണെന്ന് കടോ ഫ്രണ്ട്സാളോടും ആരോടെങ്കിലും എല്ലാം വാങ്ങിയിട്ട് ഞാൻ നാട്ടിൽ പോയേനെ. പക്ഷെ ഇപ്പൊ ഒന്നും പറ്റൂല. ID ചേഞ്ച് ആക്കാൻ കൊടുത്ത് എനിക്ക് ID ചേഞ്ച് ആയി കിട്ടണമെങ്കിൽ അടുത്ത മാസം 4-ാം തീയതി ആവണം. അപ്പൊ ഞാനും നിങ്ങളും എല്ലാരും പഠിച്ചവനോട് ദുആ ചെയ്യാ താത്താക്കാൻ വേണ്ടിയിട്ട്. ഓള് പക്ഷെ നമ്മളോട് സമാധാനത്തിൽ പറയും, ടെൻഷൻ അടിക്കണ്ടെന്ന്. ഈ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞോർ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവര് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതാണ് വലിയൊരു സങ്കടം. അത് വീണ്ടും കീറുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും എടുക്കുന്നു, വീണ്ടും അവിടെ തുന്നിക്കെട്ടുന്നു. ഇപ്പൊ എത്രത്തോളം വേദനയാണ് പഠിച്ചതൊക്കെ ഓരോക്കാർക്ക് കൊടുത്തുന്നു. അപ്പൊ പഠിച്ചവൻ ആർക്കും ഇപ്പൊ വയനാട്ടിലെ അവസ്ഥ നമ്മളെ നാട്ടിലെ അവസ്ഥകൾ കണ്ടില്ലേ. ഇപ്പൊ നമ്മള് വിചാരിക്കും പോലെയല്ല നമ്മളെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പഠിച്ചറപ്പ ആർക്കും ഈ ക്യാൻസർ, കിഡ്നിന്റെ പ്രശ്നം, വലിയ വലിയ അസുഖങ്ങൾ കൊടുത്തിട്ട് പഠിച്ചവന് പരീക്ഷിക്കാതെക്കട്ടെ. ഇപ്പൊ നമ്മള് വേക്കോട്ട് നമ്മളെ വയനാട്ടിലെ ദുരിതമെല്ലാം ആലോചിക്കുമ്പോ നമ്മളതൊന്നും ഒന്നുമില്ല. പഠിച്ചവന് അത്രത്തോളം നമ്മളെ പരീക്ഷിക്കുകയാണ്. അപ്പൊ എല്ലാരും എന്താക്കുക, ദുആ ചെയ്യാ. എന്റെ എല്ലാവർക്കും, നമ്മളെ നാടിനും എന്റെ താത്താക്കും ഞങ്ങൾക്കും അങ്ങോട്ടും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, എന്തെങ്കിലും കുക്കെല്ലാം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന്, പിന്നെയും മനസ്സ് ചത്തു പോകും, വീഡിയോ എടുക്കാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനിന്നിപ്പോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടെല്ലാം ചോദിക്കുന്നോണ്ടാണ്, ഇത്താത്താന്റെ എന്താ ഷായിന്ന് ചോദിക്കുന്നോണ്ടാണ് ഞാൻ പറയണത്. ഇത്താത്താക്ക് വീണ്ടും 16-ാം തീയതി ഡേറ്റ് കൊടുത്തിന്, ഓപ്പറേഷനാണ്, എല്ലാരും ദുആ ചെയ്യുക. പിന്നെ അവള് നല്ലപോലെ ആരോഗ്യത്തോടെ വരുത്ത ചെറിയ ചെറിയ മക്കളാണ്. അപ്പൊ ഇന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നമ്മള് നിങ്ങളോട് അതേ ആവശ്യപ്പെടുന്നുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ അതേപോലെ ലൈക്ക് അടിക്കുക. ഇതെല്ലാം ഉള്ളു എനിക്ക് പറയാന്. പിന്നെ ഒരുപാട് ആൾക്കാർ ഉള്ള അനുസരിച്ചിട്ട് നമ്മളെ വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളെ മനസ്സെന്നറിയാണ്. നമ്മളെ അവിടെ എൻ്റെ അവിടുന്ന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ യാത്ര ഉണ്ട്. ഞാൻ മാനന്തവാടിയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാര് ഉള്ളവരും ഇല്ലാത്തവരെല്ലാം നമ്മളെ വയനാടിനും വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സമാധാനമാണ്. ആരും ഇനിയിപ്പോ ഉള്ളവരും നമുക്ക് നല്ല രീതിയിൽ എന്താക്കണോ, അവിടെ പോലെ എന്തായാലും സന്തോഷം ഉണ്ടാവില്ല. അത്രയും കുടുംബങ്ങളും ഉമ്മാരും ഉപ്പാരും മക്കളും എല്ലാം പോയി. പിള്ളേര് നമുക്ക് നല്ലപോലെ നല്ല വൃത്തി കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും സഹായിക്കുക. എനിക്കും കഴിയും പോലെ സഹായിക്കും. നമ്മളും ഉള്ളവരൊന്നല്ല, എന്നാലും ഉള്ളതനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ അൽഹംദുലില്ലാ കൊടുക്കാൻ. ഞാൻ കഴിഞ്ഞ മാസം 29-ാം തീയതി അങ്ങോട്ട് കയറി വന്നത്. പിന്നെ ഇത്ര ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ 2 വീട്ടിലെ പാർട്ട് ടൈം ഉള്ളൂ. ശരിയാവും, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ സ്കൂളെല്ലാം തുറന്നാല് ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദുആ ചെയ്യുക. എന്റെ താത്താക്കും വേണ്ടി ദുആ ചെയ്യുക. പഠിച്ചവൻ എല്ലാവരും കാക്കട്ടെ. അപ്പൊ ഇത്രയെല്ലാം പറയാനുള്ളൂ. എന്തേലെല്ലാം കുക്കിങ്ങും കാര്യമായിട്ടെല്ലാം വരാം ഇൻഷാ അല്ലാ. ഒന്ന് മൈൻഡെല്ലാം ഒന്ന് ശരിയാവട്ടെ. ഇപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിലും നമ്മളെ മനസ്സ് ഫുള്ള് നാട്ടിലാണ്. രാത്രി കിടന്ന ഉറക്കം വരൂല ഓർത്തിട്ട് ഓരോ കാര്യങ്ങള്. അപ്പൊ അങ്ങനത്തെ എല്ലാ അവസ്ഥയിലും പോകുന്നു. അപ്പൊ മനസ്സെല്ലാം നമുക്ക് ശരിയാവുമ്പോ ഓട്ടോമാറ്റിക്കലി കുക്കിങ്ങും കാര്യങ്ങളും വീഡിയോ എല്ലാം ഇടാൻ തോന്നും. അപ്പൊ എല്ലാരും ദുആ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇത്താത്താക്കും വേണ്ടി, ഇത്താത്താക്കും നല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാ വരും വരെ ഓക്കെ, ബൈ ബൈ.